അയ്യോ സാറേ, ഒന്നിങ്ങ് നോക്കിയേ. ആ ടാക്സിയിൽ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടു പോകുന്നു. അയ്യോ സാറേ, സത്യമാണ് സാറേ, കാറിൽ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടു പോകുന്നു. അപ്പുകുട്ടാ, ടാക്സിയിൽ ഒരു പെണ്ണിനെ അടിച്ചോണ്ട് പോന്നു. തോമസ് കുട്ടി, കുട്ടി, ടാക്സിയിൽ ഒരു പെണ്ണിനെ അടിച്ചോണ്ട് പോന്നടാ. വാ വാടാ. ഞാൻ പറയുന്നേക്ക് മുന്നടിക്കും. തെണ്ടി, മര്യാദയ്ക്ക് പുറത്തിറക്കണം. സൗകര്യമില്ല വരാൻ. ഒന്നുകളെ ഞാൻ ഇറക്കണ പുറത്തോ. തോമസ് കുട്ടി, വിട്ടോളോ. എനിക്ക് അപ്പോഴേ തോന്നി ഗർഭിണിയായിരിക്കും. വണ്ടി വണ്ടി. ചെവി തല കേൾപ്പിക്കില്ലല്ലോ. തന്റെ കാറിൽ പാട്ടൊന്നുമില്ലടോ. ഇതൊന്ന് കുറയ്ക്കാൻ ഉണ്ടല്ലോ. ഡിസ്കോ ഉണ്ട്, വെക്കട്ടെ? ഡിസ്കോ ഡിസ്കോ വെക്കട്ടെ? വേണ്ട വേണ്ട, അതിനും ഭേദം ഇത് തന്നെ കേട്ടോളാം. ഉറക്കം നോക്കിട്ടാ വണ്ടി ഓടിക്കണ്ട്. വണ്ടി പാളിയത് കണ്ടില്ലേ? വണ്ടിയല്ല, നിന്റെ തലയാ പാളിയത്. ശരിയാ ശരിയാ, കണ്ണൂര് മുതൽ ഞാൻ കാണുക അമ്മച്ചിരുന്ന് ഉറക്കം തൂങ്ങണത്. ആഹാ, അപ്പൊ നീ എന്നെ നോക്കിയിരിക്കായിരുന്ന? റോഡിലേക്ക് നോക്കി വണ്ടി ഓടിക്കണ ചെറുക്കാം. എന്താടാ, നിന്റെ വീടിന്റെ തൊട്ടടുത്ത് പുതിയ താമസക്കാർ വന്നതാ. നല്ലൊരു കിളവനും കിളവിയും കൂടെ 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 നല്ല കിളി പോലത്തെ ഒരു ഉഗ്രം പെണ്ണും. കൊള്ളാം കൊള്ളാം. ഒന്ന് തിരിക്കാൻ എന്താണ് ആ മാർഗം? അതെ, മുഖം ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. ഏയ്, എനിക്കിനി മുഖം കാണണമെന്നില്ല. ഈ കണ്ടീഷനിൽ എനിക്കൊക്കെ. എനിക്കും. അപ്പൊ കൊട്ടാ, ഞാനൊരു എഴുത്ത് തരാം, നീ ഒന്ന് കൊണ്ടു കൊടുക്ക്. അവിടെ ഇരിക്ക. അവൾ ഇങ്ങോട്ട് തിരിഞ്ഞോണ്ട നിങ്ങൾ മൂന്നുപേരും കുനിഞ്ഞോണം കേട്ടാ. അവൾ എന്നെ മാത്രം കണ്ടാ മതി. എന്താണ് ഇവിടെ? അപ്പുറത്തൊരു കുട്ടി. നാലെണ്ണം കൂടി ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാ? യോഗ യോഗ യോഗാസനം. യോഗാസനോ? യോഗാസനം ചെയ്താ ഗ്യാസ് പോകും അമ്മേ. ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ. ആരത്? ആരാടത്? ശരിയാണല്ലോ, ആരത്? ചേടാ, നമ്മൾ ഇത്ര നേരം നിന്നിട്ടും അവിടെ ഒരു പെണ്ണ് വന്ന് നിൽക്കുന്ന ശ്രദ്ധിച്ചില്ലല്ലേ? ഇനി വല്ല കള്ളന്മാരും വന്ന് കയറിയതാണോ? ഇനിയിപ്പോ അവിടെ കയറുന്ന ഏത് കള്ളൻ? ലോകത്തുള്ള പെരുങ്കള്ളന്മാരെല്ലാം ഇവിടെ നിൽപ്പുണ്ടല്ലോ. അയ്യോ അമ്മേ, ഇവര് അത്രക്കാരൊന്നും അല്ല. അവരെയല്ല, നിന്നെയാ പറഞ്ഞത്. യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി.
നിന്റെ അമ്മയ്ക്ക് നിന്റെ കൂട്ടുകാരെയൊക്കെ നല്ല മതിപ്പാണല്ലേ? പിന്നെ പ്രത്യേകിച്ച് നിന്നെ. ചേടാ, അവളെ ശരിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. അതിനെന്താ, അവളെ ശരിക്കും ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു. അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോണം. വാ, നീ പോയിട്ട് വാ, ഞങ്ങൾ ഇവിടെ നിന്ന് റിലാക്സ് ചെയ്തോളാം. നിങ്ങൾക്ക് എവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞു? അപ്പൊ എങ്ങും പോകുന്നില്ല, റിലാക്സ് ചെയ്യാൻ പോവാണോ? ഇവിടെ തന്നെ കാണുമല്ലോ. ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം. ചന്ദ്രികേ തേടുന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ. എന്തുവാടാ ഇത്? ഇവിടെ ആർക്കും ഉറങ്ങണ്ടേ? എന്തുവായിരുന്നു ഇവിടെ ലഹള? ലഹളയല്ലമ്മേ, പാട്ട് പാടിയതാ. മ്യൂസിക്കാ. മ്യൂസിക്കോ? ദേ, ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, ഇനി ഇതിനകത്തുനിന്ന് ഈ വക ശബ്ദം വല്ലതും കേട്ടാൽ നാലിനെ ഞാൻ ചവിട്ടി പുറത്താക്കും. ശല്യങ്ങളും. എവന്റെ അച്ഛൻ കുവൈറ്റിലല്ലേ? എല്ലാരും മടങ്ങി വന്നിട്ട് അങ്ങനെ വന്നില്ലല്ലോ. ഇല്ല, ഇതാ വരാത്തത്. മനസ്സിലായോ? വന്നേ. കുളിക്കാൻ പോവാടാ. കുളിച്ചിട്ട് വരട്ടെ. കുളി കഴിക്കണം. ആദ്യം ഞങ്ങൾ കണ്ടിട്ട് വരാം, എന്നിട്ട് നിങ്ങൾക്ക് കാണാം. അതെ, വെറുതെ വായി നോക്കി എന്നാ പോരാ, വല്ലവരും വരുന്നുണ്ടോ നോക്കി സിഗ്നൽ തരണം. ആ, ഇനി വാ. ഇരിക്കടാ. അത് വേണ്ട, ഞാൻ പറയുന്ന കേട്ടാ മതി. ഇരിക്കടാ. പൊക്കടാ, പൊക്ക്. പൊങ്ങടാ, പൊങ്ങടാ. കുറച്ചുകൂടെ. കളഞ്ഞു. അയ്യോ, പതുക്കെ. ആരോ വന്നു. അയ്യോ, ആരാ വന്നത്? ആരും വന്നതല്ല, ഇനി ഞങ്ങൾ കണ്ടടാ. അതിന് ഞങ്ങൾ കണ്ടില്ല. ആക്രാന്തങ്ങൾ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇനി ആരെങ്കിലും വന്നാലും സിഗ്നൽ തരണ്ട കേട്ടാ. ഞാൻ കേറിയിട്ടെ നോങ്ങാവടാ. കുനിഞ്ഞിരി. അയ്യേ, ഞാൻ നിന്റെ പുറത്ത് കയറാം. ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടലു നിറയെ കൈകളുള്ള ഭീകര സത്തുമായി സുഭദ്ര.
ഇറങ്ങടാ, ഇറങ്ങാനൊന്നും സമയമില്ല. നീ കുളിച്ചു കണ്ണു കാണാൻ വയ്യ, കണ്ണു കാണാൻ വയ്യ. എനിക്ക് കാണാം. നീ ഓടി എങ്ങോട്ട്? കിഴക്കോട്ട്, കിഴക്കോട്ടോ. കൈ മാറ്റാ പുല്ലേ. ഓടിക്കോടാ.